സിജോ വർഗീസ് വീണ്ടും ചേരുന്നുണ്ട്. സിജോ, ഇവിടെ ഇതിപ്പോൾ ആൾക്കാർക്ക് അറിയേണ്ടത് ഒരു പവൻ സ്വർണത്തിന് എത്രയാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു കുതിപ്പ്, അതായത് ഒരു വർഷം ഏതാണ്ട് ജനുവരി സമയത്ത് 57,000-അടുത്തുണ്ടായിരുന്ന സ്വർണമാണ് ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഒരു പവൻ വാങ്ങണമെങ്കിൽ എന്ത് കൊടുക്കണം? ധന്യ, സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. കാരണം സ്വർണത്തിന്റെ വില ഇപ്പോൾ ഒരു പവന് അത് 1,01,600 രൂപ എന്ന് പറയുമ്പോൾ അത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. പണിക്കൂലി, GST ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 1,10,000-ന് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും ഒരു പവൻ സ്വർണം വാങ്ങേണ്ട ഒരു അവസ്ഥ. ഒരു ഗ്രാമാണെങ്കിൽ പോലും 12,700 രൂപ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന്. ഈ ഒപ്പം തന്നെ മറ്റൊരു കാര്യം, 22 ക്യാരറ്റ് സ്വർണത്തിനാണ് ഈ 12,700 രൂപ ഒരു ഗ്രാമിനും, പവന് 1,01,600 രൂപ, അതാണ്ട് 220 രൂപയാണ് കൂടിയിരിക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണം 10,440 രൂപ ഗ്രാമിനും, പവന് 83,520 രൂപ, 180 രൂപയാണ് ഗ്രാമിന് കൂടിയിരിക്കുന്നത്. 14 ക്യാരറ്റ് ആണെങ്കിൽ 8,130 രൂപ, പവന് 65,040 രൂപ, 140 രൂപ കൂടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ സർവകാല റെക്കോർഡിലേക്ക് എത്തിയപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ ഫെസ്റ്റിവൽ സീസണിൽ സ്വർണത്തിന് വില കൂടിയെന്ന് സാങ്കേതികപരമായി പറയാം. ഇനി കുറയാനുള്ള സാധ്യത അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ മാറിയും മറിഞ്ഞും നിൽക്കുന്നു. ശരാശരി ഒരു 1,00,000 രൂപ എന്ന നിരക്ക് തന്നെ ഇനിയും കാണേണ്ടി വരും. കാരണം സ്വർണത്തിന്റെ വില കുറഞ്ഞാലും കൂടിയാലും ഏതാണ്ട് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഈ സമീപകാലത്ത് 1,00,000 രൂപയോളം മുടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എന്ന തലത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ഇപ്പോൾ $4,487. ഈ വൻകിട നിക്ഷേപകർ അവരുടെ താൽക്കാലികമായിട്ടുള്ള ആ ലാഭം എടുപ്പ് നടത്തിയാൽ ആ വിലയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ കുറവ് വന്നേക്കാം. $4,500 കടന്ന് അത് മുമ്പോട്ടാണ് പോകുന്നത് എങ്കിൽ വീണ്ടും സ്വർണ്ണവില ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഈ 2020 ഏതാണ്ട് 40,000 രൂപ ഒരു വിലയുണ്ടായിരുന്ന സ്വർണം ഏതാണ്ട് 5 വർഷത്തിന് ശേഷം ഏതാണ്ട് 60,000 രൂപയുടെ മുകളിലേക്ക് മാറിയിരിക്കുന്നു. അത്രത്തോളം കുതിപ്പ് ആ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. 2020 $2,000 ആയിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില. 5 വർഷത്തിനുള്ളിൽ അത് $2,500 വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2020 ഈ രൂപയുടെ വിനിമയ നിരക്ക് 71 നിന്നും 91 എത്തി. ഒപ്പം തന്നെ ആഭ്യന്തര സ്വർണ്ണവില ഉയർന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ആയി എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായും ഈ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്ന ഒരു കാര്യം, ഈ US പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കും. ഒപ്പം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് സ്വർണ്ണവില ഉയരാനുള്ളൊരു കാരണമായി കണക്കാക്കപ്പെടുന്നത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ സുരക്ഷിത നിക്ഷേപമായി ആളുകൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ ഘടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് ഭാവിയിൽ വില ഇത്തരത്തിൽ ഉയരും. ഒരുപക്ഷെ മുമ്പത്തെക്കാൾ ഇപ്പോൾ വില ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നത് അത് ഇനിയും ഇത്തരത്തിൽ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നതിന്റെ നാൾവഴികൾ, ആ സ്വർണ്ണവിലയുടെ കുതിപ്പ് വന്നത് അങ്ങനെയാണ്. 2020 ശേഷം ഉണ്ടായ മാറ്റം, അത് തുടർച്ചയായി ഉണ്ടായ കുതിപ്പുകൾ, ഈ വർഷം മാത്രം ഇത്രയധികം കുതിപ്പ് സ്വർണ്ണവിലയിൽ ഉണ്ടായി